ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. BSc കെമിസ്ട്രി 50% മാർക്കോട് കൂടി BSc കെമിസ്ട്രിയാണ് ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ. ലാസ്റ്റ് നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്ക് കിട്ടാവുന്നേക്ക് മികച്ച രണ്ട് അവസരങ്ങളാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റും അതുപോലെ സയൻറ്റിഫിക് ഓഫീസറും. ഈ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ തൊട്ട് താഴെയുള്ളൊരു പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് പ്രൊമോഷൻ കിട്ടുന്ന പോസ്റ്റാണ് സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ്, ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ലാസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2017 അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 50% മാർക്കോട് കൂടി BSc കെമിസ്ട്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം. 26,500 രൂപ മുതൽ 56,500 രൂപ വരെയാണ് ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ. ഇതിപ്പോൾ റിവൈസ് ആയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. റിസർവേഷൻ കാറ്റഗറീസിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് നടന്ന ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2020 ഓഗസ്റ്റിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അന്ന് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 66.33 ആയിരുന്നു. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 36 ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ 38 അഡ്വൈസ് ടോട്ടൽ നടന്നിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ 29ാം റാങ്ക് വരെയുള്ള ആൾക്ക് വരെയും ജോലി കിട്ടിയിട്ടുണ്ട്. സോ ഇത് നല്ലൊരു അവസരം തന്നെയാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റ്. ഇനി നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഇത്രയും തന്നെ ഒരു അഡ്വൈസ് പോകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക. സോ നിങ്ങൾക്ക് PG ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന 2 എക്സാമുകൾക്കും വേണ്ടി ഒരുമിച്ച് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്കിൻ്റെ വീതമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്ക്, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്ക്. പിന്നെ സ്ട്രക്ചറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്കിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ കെമിസ്ട്രി 1 and 2 ഈ 2 സെക്ഷനിൽ നിന്നും 10 മാർക്കിൻ്റെ വീതം 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രിയും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ പ്രോസസ് പ്ലാന്റ് ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി ആ ഒരു മേഖലയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അങ്ങനെ 10 മൊഡ്യൂളുകളിൽ നിന്നും 10 മാർക്ക് വീതം 100 മാർക്കിൻ്റെ ഒരു എക്സാമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടെനേറ്റീവ് സിലബസ് ആണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അതായത് ടെക്നിക്കൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി തന്നെയായിരുന്നു. അപ്പം അതിനന്ന് തയ്യാറാക്കിയിരിക്കുന്ന സിലബസ് ആണ് ഇപ്പം ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു സിലബസ് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. 99% ഈ ഒരു സിലബസ് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഏണസ്റ്റ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ്, വാട്സാപ്പ് കമ്മ്യൂണിറ്റി മുതലായ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ.